ജുമാ മുബാറക്കിൽ ഇന്ന് പണ്ഡിതനും പ്രഭാഷകനുമായ ജനാബ് ഹബീബ് റഹ്മാൻ കീഴ്ശ്ശേരി സംസാരിക്കുന്നു. ബിസ്മില്ലാഹി വഖഫ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, കാരുണ്യവാനായ പടച്ചതമ്പുരാൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. 2025 നമ്മിൽ നിന്ന് കടന്നുപോയി. കലണ്ടറുകൾ മനുഷ്യചരിത്രത്തോളം പഴക്കമുള്ള ഒന്നാണ്. കലൻ്റെ എന്ന പദത്തിൽ നിന്നാണ് കലണ്ടർ എന്ന പദമുണ്ടാകുന്നത്. കാലാവസ്ഥയുടെയും ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ കലണ്ടർ സംവിധാനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈജിപ്തിൽ കലണ്ടർ നോക്കിയിരുന്നത് നൈൽ നദിയിലെ വർഷം തോറും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തെ അടിസ്ഥാനമാക്കിയിരുന്നു എന്ന് പ്രാചീന ഈജിപ്തിൻ്റെ ചരിത്രം വായിക്കുന്ന ആളുകൾക്കറിയാൻ പറ്റും. മെസോപ്പൊട്ടോമിയയിലും അതുപോലെ തന്നെ പ്രാചീന ഭാരതത്തിലുമൊക്കെ ആകാശഗോളങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. സൂര്യൻ്റെയും ഭൂമിയുടെയുമൊക്കെ ചലനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായ സന്ദർഭത്തിലാണ് ജൂലിയൻ കലണ്ടറിൻ്റെ പ്രസക്തി നഷ്ടമാവുകയും പിന്നീടാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ, ഒരു വർഷത്തിന് സാധാരണ നിലക്ക് കണക്കാക്കുന്നത് 365 ദിവസങ്ങളാണ്. എന്നാൽ ഒരു വർഷത്തിൻ്റെ ദൈർഘ്യം എന്നത് ഒരല്പം കുറവാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 365.2422 ദിവസങ്ങളാണ് ഉണ്ടാവുക. സാധാരണ നിലക്ക് അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും 1000 വർഷങ്ങളിലൊക്കെ ഉള്ള പഴക്കം കൊണ്ട് അത് 8 ദിവസത്തോളം വ്യത്യാസമുണ്ടായിരിക്കും. ജൂലിയൻ കലണ്ടർ നടപ്പിലാക്കി 1500 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ക്രിസ്തുമസും ഈസ്റ്ററും തുടങ്ങിയ വിശേഷ ദിനങ്ങൾ തമ്മിൽ തീരെ പൊരുത്തപ്പെടാതായി. 8 ദിവസങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഗ്രിഗറി 13 മാർപ്പാപ്പ ഗണിതശാസ്ത്രജ്ഞന്മാരായിരുന്ന ലിലിയസിൻ്റെയും കാവിയൂസിൻ്റെയും ഉപദേശപ്രകാരമാണ് AD 1582 കലണ്ടർ വീണ്ടും പരിഷ്കരിക്കുന്നത്. അധികമായി വന്നു ചേർന്ന ദിവസങ്ങൾ പരിഹരിക്കുന്നതിനായി 1582 ഒക്ടോബർ 4 ശേഷം വന്ന 10 ദിവസങ്ങൾ കലണ്ടറിൽ നിന്ന് വെട്ടിക്കുറച്ചു. അതായത് അങ്ങനെ ദിവസങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടാകുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർഷത്തെ കണക്കാക്കുന്നത് ഹിജ്റ കലണ്ടറാണ്. 2ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കലണ്ടർ സംവിധാനം ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. മലയാള കലണ്ടർ ചിങ്ങം മുതൽ കർക്കടം വരെയുള്ള 12 മാസങ്ങളെ കണക്കാക്കിക്കൊണ്ടായിട്ടാണ് ഉണ്ടായത്. അതുപോലെ തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സമൂഹങ്ങൾക്കും അവരവരുടേതായ കലണ്ടറുകൾ ഉണ്ടായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾക്ക് ക്രൈസ്തവർ ആഗോളാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് മാസമാണ്, ക്രിസ്ത്യൻ ഇറ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് മാസമാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആചാരങ്ങൾ കൊല്ലവർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ജൂത സമൂഹം ഹീബ്രു കലണ്ടർ അഥവാ ജൂയിഷ് കലണ്ടറാണ് അവലംബിക്കുന്നത്. അപ്പോൾ ലോകത്ത് എല്ലാ കാലത്തും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു കലണ്ടർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കലണ്ടറിനനുസരിച്ച് കലണ്ടറുകൾ ഉണ്ടാകുമ്പോൾ ആ കലണ്ടറിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ കഴിഞ്ഞുപോയ വർഷങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ച് ആലോചനകൾ വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആയുസ്സിൽ ഒരു വർഷം കഴിഞ്ഞു പോവുകയാണ്. അത്രത്തോളം നാം മരണത്തോട് അടുത്തു നിൽക്കുന്നു എന്നതാണ്. ആയുസ്സിൽ ഒരു വർഷം നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടതിൻ്റെ വില യഥാവിധി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അത് മറന്നുകൊണ്ടാകരുത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളെയും ആനന്ദങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. 2025 അവസാനിക്കുമ്പോൾ നമ്മുടെ ആലോചനയിൽ ഉണ്ടാകേണ്ടത് നമ്മുടെ പരലോകത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് സമ്പാദിച്ചു വച്ചിട്ടുള്ളത്. ഇന്ന് ഞാനിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ജീവിക്കുന്ന ജീവിതകാലത്ത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ പറയുന്നത് ഒരു ദിവസത്തെക്കുറിച്ച്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. വിശ്വാസികളെ, നിങ്ങൾ നാളെയെക്കുറിച്ച് ആലോചിക്കണം എന്നതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരു രഹസ്യം പോലും മാഞ്ഞു പോകാത്ത വിധത്തിലുള്ള നാളെ വരാനിരിക്കുന്നുണ്ട്. അന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് എന്താണ് എനിക്ക് പറയാനുണ്ടാവുക എന്നുള്ള ആലോചന
നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം കടന്നു പോകുമ്പോൾ ആ ദിവസത്തോട് മനുഷ്യൻ സ്വീകരിക്കേണ്ടുന്ന സമീപനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വിചാരണക്ക് മുമ്പ് ഹസിബു കബിലാൻ തു ഹസബു, വിചാരണക്ക് മുമ്പ് ഒരു വിചാരണ നാം നടത്തേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ച് ഇന്നലകളുടെ ജീവിതത്തെ എങ്ങനെയായിരുന്നു, ഇന്നലകളിൽ എൻ്റെ സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു, ഇന്നലകളിൽ എൻ്റെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു, ഇന്നലകളിൽ എൻ്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു, ഇന്നലകളിൽ എൻ്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, സാംസ്കാരിക പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, ഇന്നലകളിൽ എൻ്റെ ആരാധനാ ജീവിതം എങ്ങനെയായിരുന്നു, ഇന്നലകളിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ പടച്ചവനുമായി ബന്ധപ്പെട്ടത്, ഏകാന്തതയുടെ സന്ദർഭങ്ങളിൽ എൻ്റെ റബ്ബുമായി ഞാൻ കണ്ടുമുട്ടുന്ന നേരത്ത് എങ്ങനെയാണ് ഞാൻ പടച്ചവനോട് ബന്ധപ്പെട്ടിരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട്, സഹമുറിയന്മാരോട്, സഹപ്രവർത്തകരോട്, സഹജീവികളോട് ഞാൻ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഭൂമിയിലുള്ള ആവാസ വ്യവസ്ഥകളോട്, സംവിധാനങ്ങളോട്, ജീവജാലങ്ങളോട്, ജന്തുക്കളോട്, മൃഗങ്ങളോട്, പക്ഷികളോട്, കല്ലിനോടും മരങ്ങളോടും പർവ്വതങ്ങളോടുമൊക്കെയും എൻ്റെ സമീപനവും എൻ്റെ ബന്ധവും എന്തായിരുന്നു. ഈ ആലോചന ശേഷിക്കുന്ന ജീവിതം കുറച്ചേ ഉള്ളൂ എന്നും അത് എൻ്റെ ജീവിതത്തെ കൂടുതൽ ക്രമപ്പെടുത്തേണ്ടതുണ്ട് എന്നും വിനാശകരമായ രോഗം വരാൻ പോകുന്നുണ്ട്, വിവേകം നഷ്ടപ്പെടുത്തുന്ന വാർദ്ധക്യം എന്നെ ബാധിച്ചേക്കാം, അതുപോലെ തന്നെ എനിക്ക് തന്നെ അക്രമമാകുന്ന ഐശ്വര്യം എനിക്ക് വന്നേക്കാം, എൻ്റെ ധാരണാശക്തിയെ തന്നെ, എൻ്റെ ജീവിതക്രമത്തന്നെ മാറ്റിമറിക്കുന്ന ദാരിദ്ര്യം വന്നേക്കാം, അപ്രതീക്ഷിതമായ മരണമുണ്ടായേക്കാം, അല്ലെങ്കിൽ ലോകാവസാനം ഉണ്ടായേക്കാം. ഏത് സംഭവങ്ങൾ ഉണ്ടായാലും നാളെ സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, അതിനെ മെച്ചപ്പെടുത്തുവാൻ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ആലോചന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം പുതിയ ഒരു തുടക്കമാണല്ലോ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ തുടക്കമുണ്ടാകണം. ഇന്നലകളിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നതല്ല, ഇന്നലകളിൽ എന്നോട് ധാരാളക്കണക്കിന് അക്രമങ്ങൾ ചെയ്ത ആളുകളുണ്ടാകും, എന്നെ പ്രയാസപ്പെടുത്തിയ ആളുകളുണ്ടാകും, എന്നെ നശിപ്പിക്കുവാനും ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുള്ള ആളുകളുണ്ടാകും, എൻ്റെ വഴികളിൽ ധാരാളക്കണക്കിന് മുള്ളുകൾ വാരി വിതറിയിട്ടുണ്ടാവും. പക്ഷേ അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി ജീവിക്കാൻ കഴിയുന്ന, മരണത്തെ ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ആഘോഷങ്ങളിൽ തിമർത്താടുക എന്നതല്ല, ആഘോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നതല്ല, ജീവിതത്തെ മനോഹരമായി കൊണ്ടു നടക്കുക എന്നതാണ്. തന്നിലൂടെ കടന്നു പോകുന്ന വർഷങ്ങളുടെ എണ്ണപ്പെരുപ്പം കൊണ്ട് സന്തോഷിക്കുന്നവനെ എന്ന് വിളിച്ചുകൊണ്ട് ഇമാം ഇബ്നു റജബ് പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നീ സന്തോഷിക്കുന്നത് നിന്റെ കുറഞ്ഞുപോയ ആയുസ് കൊണ്ടാണ് എന്ന്. കുറഞ്ഞുപോയ ആയുസ്സിനെ കുറിച്ചാണ് നാം ആകുലപ്പെടേണ്ടത്, പ്രയാസപ്പെടേണ്ടത്. നമ്മുടെ ആകുലതകൾ കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ചായിരിക്കണം. നമുക്ക് സമ്പത്ത്, നമുക്ക് വലിയ ബുദ്ധിയുണ്ടെങ്കിൽ, നമുക്ക് കൂടുതൽ സാമർഥ്യമുണ്ടെങ്കിൽ സമർത്ഥമായി നേടാൻ കഴിയുന്നതാണ് നഷ്ടപ്പെട്ടു പോകുന്ന സമ്പത്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം നമുക്കില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസവും കഴിവുകളും സ്കില്ലുകളും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അതേസമയം നഷ്ടപ്പെട്ടു പോയ സമയമെന്ന് പറയുന്നത് ഒരിക്കലും ലഭ്യമാവുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ വർഷത്തെയും പുതിയ ജീവിതത്തെയും നാം ഏറ്റവും മനോഹരമായി കൊണ്ടുവരണം. എൻ്റെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്ത് നിൽക്കുന്നതാണ് മരണം എന്ന ബോധം എനിക്കുണ്ടാകണം. എല്ലാ സുഖാനുഭൂതികളെയും തകർത്ത് കളയുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി സ്മരിക്കണമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാവരും എല്ലായ്പ്പോഴും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയമിടിപ്പ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരാൾക്ക് 16 വയസ്സാകുന്നതോടുകൂടി അയാളിലെ 15കാരൻ മരിക്കുകയാണ്. ബാല്യം കടന്നു വരുന്നതോടുകൂടി ശൈശവം പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഓരോ പ്രഭാതവും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യാ ഇബ്നു ആദം, അതാ നമ്മോട് ഇതൊക്കെയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. ഓരോ പ്രഭാതവും നഷ്ടപ്പെട്ടു പോകുന്ന പ്രഭാതത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പുതിയ ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആലോചനകൾ നഷ്ടപ്പെട്ട ദിനങ്ങളെക്കുറിച്ചാകണം. ആ ദിവസങ്ങൾ നമുക്ക് ഉപകാരപ്പെട്ടോ എന്നാകണം. നാളെ എനിക്കുണ്ടാകുമോ എന്ന ധാരണ എനിക്കില്ല. അതുപോലെ തന്നെ 6 അടി മണ്ണിലേക്ക് മടങ്ങാനുള്ളതാണ് ഞാൻ എന്ന ബോധം എനിക്കുണ്ടാകണം. അതുപോലെ തന്നെ അറകളില്ലാത്ത നരകസ്വർഗങ്ങളിലെ ദിവസങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകണം. അങ്ങനെ ജീവിതത്തെക്കുറിച്ച് മനോഹരമായി ചിന്തിക്കുകയും
പുതിയ ആലോചനയിലേക്ക് പോവുകയും ചെയ്യണം. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെയും തന്നെയും അവർ പ്രായമാകുന്നതിന് മുമ്പ് യുവത്വത്തെക്കുറിച്ചും, രോഗത്തിന് മുമ്പ് ആരോഗ്യത്തിനെക്കുറിച്ചും, ദാരിദ്ര്യത്തിന് മുമ്പ് സമ്പന്നതയെക്കുറിച്ചും, ഒഴിവ് സമയ തിരക്കും ജോലിയും ആകുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയത്തെക്കുറിച്ചും ധാരാളമായി ആലോചിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ എപ്പോഴുമുള്ള പ്രാർത്ഥന ഇന്നിനേക്കാൾ നല്ല നാളെയെ നൽകണം എന്നായിരിക്കണം. ഇന്നലകളെക്കാൾ നല്ല ഇന്നും, ഇന്നിനേക്കാൾ നല്ല നാളെയും ലഭ്യമാകുന്ന പുതിയ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളും പുതിയ സ്വപ്നങ്ങളും പുതിയ രൂപവുമായിട്ട് പുതുക്കിയ ചിന്തകൾ, ഓർമ്മകളെ വിലയിരുത്താൻ നമുക്ക് കഴിയണം. പുതിയ പ്രതീക്ഷകളുണ്ടാകണം, പുതിയ മാറ്റങ്ങളുണ്ടാകണം. സ്വയം മെച്ചപ്പെടുത്തുവാനും പുതിയ അവസരങ്ങൾ സ്വീകരിക്കുവാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാനും പ്രചോദിപ്പിക്കുന്ന ഒന്നാകണം. മറ്റുള്ളവരുമായുള്ള താരതമ്യമല്ല, ഇന്നലകളെക്കാൾ മികച്ച ഇന്നുണ്ടാവുക എന്നതാണ് പ്രധാനമെന്ന് എപ്പോഴും ആലോചിക്കുകയും ഈ ഇന്നിനേക്കാൾ നല്ല നാളേക്ക് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ജീവിതം ക്രമപ്പെടും. അങ്ങനെ ക്രമപ്പെടുന്ന ജീവിതമാകട്ടെ ഈ 2025 കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ള മനോഹരമായ സുപ്രഭാതങ്ങളാകട്ടെ. 2026 സുപ്രഭാതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.